സാധിക എല്ലാം കണ്ട് സംശയിച്ചു നിന്നു. എന്നിട്ട് പോകുന്നു. സാധിക പോകുന്നത് കണ്ട മാത്രാച്ചി അവളെ തന്നെ നോക്കി നിന്നു. ഹരത്തിലേക്ക് തിരിച്ചെത്തിയ സാധികയെ ബോൺകുട്ടാകെ കാത്തു നിന്നിരുന്നു. അയാൾ അവൾക്കൊരു കത്തി കൈമാറുന്നു. ഇത് കളയാതെ സൂക്ഷിച്ചു വെക്കണം. ഇതുപോലെ മറ്റൊന്നും സംഘടിപ്പിക്കുക ബുദ്ധിമുട്ടാണ്. സാധിക തലയാട്ടി. അവൾ അതിൻ്റെ പിടിയിൽ വച്ചിരുന്ന ലെറ്റർ എടുത്ത് വായിക്കുന്നു. വിക്ടോറിയ, നീ സുലൈൻമാൻ അടുത്ത് തന്നെ എത്തിപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. കുറച്ച് സമയമെടുത്താലും തെറ്റ് വരുത്താതെ നിന്റെ ചുമതല നിർവഹിക്കാൻ ശ്രദ്ധിക്കണം. ഒരിക്കൽ തെറ്റുപറ്റിയാൽ രണ്ടാമതൊരവസരമില്ലെന്ന ഓർമ്മ വേണം. സുലൈൻമാൻ്റെ ഹൃദയത്തിൽ കത്തി ആഴ്ന്നിറങ്ങി എന്ന സന്തോഷവാർത്ത കേൾക്കാനായി അക്ഷമനായി കാത്തിരിക്കുകയാണ് ഞാനിവിടെ. ലെറ്റർ വായിച്ച വിക്ടോറിയ അത് കത്തിച്ചു കളയുന്നു. മാത്രാച്ചി സുൽത്താൻ സുലൈൻമാനോട് വന്ന് പറയുന്നു. ഇൻക്യാരം, എനിക്ക് മാത്രാക്ക് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇബ്രാഹിമിനെ ഒന്ന് നോക്കിയിട്ട് പറയുന്നു. പക്ഷേ എനിക്ക് പറ്റിയൊരു എതിരാളിയെ കണ്ടെത്താനാവുന്നില്ല. സുലൈൻമാന് ചിരി വന്നു. ഇൻക്യാരം, അങ്ങയുടെ സമ്മതത്തോടെ മാത്രാച്ചി ഒരു പാഠം പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഇബ്രാഹിം പറഞ്ഞു. സുലൈൻമാൻ തലയാട്ടി. എൻ്റെ പാഷ, നിങ്ങളെ വിഷമിപ്പിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്, മാത്രാച്ചി പറഞ്ഞു. ആരാണ് വിഷമിക്കാൻ പോകുന്നതെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല മാത്രാച്ചി. മാത്രാച്ചി തല കുമ്പിട്ടു. ആദ്യം നിങ്ങൾ കളിക്കുക, നമുക്ക് നോക്കാം ആര് ജയിക്കുമെന്ന്. ജയിച്ചയാൾ എന്നെ നേരിടേണ്ടി വരും, തോറ്റയാൾ മുസ്തഫയെയും. രണ്ടുപേരും തല കുമ്പിട്ടിട്ട് പോകുന്നു. അവർ മാത്രാക്ക് കളിക്കാൻ തയ്യാറായി വന്നു. പരസ്പരം കുമ്പിട്ടിട്ട് തുടങ്ങുന്നു. എല്ലാ പാഷമാരും അത് നോക്കി നിന്നു. രണ്ടുപേരും നല്ല രീതിയിൽ പൊരുതി സമനിലയിലായിരുന്നു. ഇടയ്ക്ക് വെച്ച് സാധികയെ കണ്ട മാത്രാച്ചിയുടെ ശ്രദ്ധ മാറിപ്പോന്നു. മാത്രാച്ചി ആ കളിയിൽ പരാജയപ്പെട്ടു. താനിങ്ങനെ മാത്രാക്ക് കളിയിൽ തോറ്റുപോയാൽ തൻ്റെ മാത്രാച്ചി എന്ന പേര് മാറ്റി വേറെ പേരിടും ഞങ്ങൾ, സുലൈൻമാൻ പറഞ്ഞു. എന്നിട്ട് കളിക്കാനായി എണീറ്റു. ഇബ്രാഹിം മാത്രാച്ചിയോട് പതുക്കെ പറയുന്നു. താൻ ഓരോ തവണ സാധിക ഹാത്തുവിനെ കാണുമ്പോഴും മറ്റെല്ലാം മറന്നു പോകുന്നുണ്ടല്ലോ മാത്രാച്ചി. മാത്രാച്ചി ഇബ്രാഹിമിനെ നോക്കി. തയ്യാറായി വന്ന സുലൈൻമാൻ പറഞ്ഞു. ഇബ്രാഹിം, നീ മാത്രാക്ക് മാസ്റ്ററെ തോൽപ്പിച്ചു. ഇനി നിനക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്ക്. അഹമ്മദ് പാഷ അവരെ രൂക്ഷമായി നോക്കുന്നു. അങ്ങയുടെ അനുവാദത്തോടെ ഞാൻ അങ്ങയെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇൻക്യാരം, ഇബ്രാഹിം പറഞ്ഞു. സുലൈൻമാൻ സമ്മതത്തോടെ ചിരിച്ചു. ഹുറം സ്വയം ചിന്തിക്കുന്നു. ഇന്ന് എന്നെ അപമാനിച്ചവരെ നാളെ ഞാൻ എൻ്റെ കാൽക്കൽ വീഴ്ത്തിയിരിക്കും. എൻ്റെ മക്കളാണ് സത്യം. നിഗാർ ഹുറത്തോട് ചോദിക്കുന്നു. നിനക്കെന്താ സന്തോഷമില്ലാത്തത്? ഇങ്ങോട്ട് തിരിച്ചെത്തി. നിനക്ക് നിൻ്റെ മോനെ കിട്ടി. ഒരു ദിവസം ഞാൻ തീർച്ചയായും സന്തോഷിക്കും നിഗാർ. മാഹിദേവരാൻ എൻ്റെ കാൽക്കൽ വീഴുന്ന ദിവസം. നിഗാർ ഒന്നും മിണ്ടാതെ കുറച്ചു നേരം ഇരുന്നു. എന്നിട്ട് പറയുന്നു. ഹുറം സുൽത്താന, നിങ്ങൾ മാഹിദേവരൻ സുൽത്താനെ പറ്റി ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് പേടി തോന്നുന്നു. പേടിക്കേണ്ട നിഗാർ കഫ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇനി മുതൽ ഞാൻ വേറൊരാളായിരിക്കും. ഇതുവരെ കണ്ട ഹുറമായിരിക്കില്ല. നല്ലത്. ഇതുവരെ നീ ചെയ്തു പോയ തെറ്റുകൾ ഇനി ആവർത്തിക്കരുത്. ഇപ്പോൾ നീ കുട്ടിയല്ല, പക്വതയോടെ പെരുമാറണം, നിഗാർ പറഞ്ഞു. താങ്ക്സ്, നീ പൊക്കോ. ഇൻക്യാർ ഇപ്പോൾ ഇങ്ങോട്ട് വരും. പോകാൻ എണീറ്റ നിഗാർ ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നു. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇൻക്യാര മാഹിദേവരൻ സുൽത്താനയോടൊപ്പമാകും. ഹുറം ഒന്നും മിണ്ടിയില്ല. മാഹിദേവരൻ വയറുവേദന എടുത്ത് കരയുന്നു. അവൾ നശിച്ചു പോട്ടെ. നോക്ക് എങ്ങനെയാണ് അവൾ ഇവിടെ തിരിച്ചു വന്നതെന്ന്. സുൽത്താന, അവൾ നിങ്ങളുടെ കാല് പിടിച്ച് യാചിച്ചില്ലേ? എനിക്ക് കുറച്ചുകൂടി മരുന്ന് താ ഗുൽഷ. വേദന സഹിക്കാനാവുന്നില്ല. ഗുൽഷ മരുന്നെടുത്ത് കൊടുക്കുന്നു. സുൽത്താന, നിങ്ങൾ റെസ്റ്റ് എടുക്ക്. കുറച്ചു നേരം കിടന്നുറങ്ങും. ഇന്ന് വ്യാഴാഴ്ചയാണ്. എനിക്ക് ഇൻക്യാരത്തെ കാണാൻ പോകണം. എത്ര വേദനയുണ്ടെങ്കിലും ഞാൻ പോകും. ഗുൽഷ ഒന്നും മിണ്ടിയില്ല. മാഹിദേവരാൻ ഇൻക്യാരത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഡോറിന് വെളിയിലെത്തിയപ്പോൾ ഗാർഡ്സ് പറയുന്നു. ഇൻക്യാര ഇവിടെയില്ല, പുറത്തേക്ക് പോയി. അദ്ദേഹം വരുന്നതുവരെ ഞാൻ അകത്ത് വെയിറ്റ് ചെയ്തോളാം. അദ്ദേഹം ഹുറം സുൽത്താനയുടെ ചേംബറിലേക്കാണ് പോയത്. അത് കേട്ട മാഹിദേവരാൻ വിഷമത്തോടെ തലയാട്ടിയിട്ട് തിരിച്ചു പോകുന്നു. ഗുൽഷ ഒന്നും മിണ്ടിയില്ല. ഇബ്രാഹിമിൻ്റെ റൂമിന് മുന്നിലെത്തിയ മാഹിദേവരാൻ ഒന്ന് നിന്നു. ഹുറം വിഷമിച്ചിരിക്കുകയായിരുന്നു. സുലൈൻമാൻ അങ്ങോട്ട് കയറി വരുന്നു. ഗുൽനിഹാൽ, ഇത് നീയാണോ? ഹുറം നോക്കാതെ ചോദിച്ചു. സുലൈൻമാൻ ഒന്നും മിണ്ടിയില്ല. തിരിഞ്ഞു നോക്കിയ ഹുറം സുലൈൻമാനെ കണ്ട് വിശ്വസിക്കാനാവാതെ നോക്കുന്നു. സ്വാഗതം ഹുറം, അവൾ ചിരിച്ചു. ഇൻക്യാരം, ഞാൻ അങ്ങേ ഒരുപാട് മിസ് ചെയ്തു. നിങ്ങളെ ഒന്ന് കാണാൻ ഞാൻ ഒരുപാട് കൊതിച്ചു. നിന്റെ കത്ത് വായിച്ച് എനിക്ക് ഭയങ്കര വിഷമമായി. ശരിക്കും നീ എന്നെ അത്രയും സ്നേഹിക്കുന്നുണ്ടോ ഹുറം? ഹുറം തലയാട്ടി. ഞാൻ അങ്ങേ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അങ്ങ് അതിപ്പോഴാണ് തിരിച്ചറിയുന്നത്? നിന്റെ കത്ത് വായിച്ചപ്പോൾ എനിക്ക് നിന്നോട് അങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നെന്ന് തോന്നി. അതെൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള കത്തായിരുന്നു സുലൈൻമാൻ. ഞാൻ വിചാരിച്ചു എനിക്ക് അങ്ങയെ നഷ്ടപ്പെട്ടുവെന്ന്. ഞാൻ അങ്ങേക്ക് വാക്ക് തരുന്നു. ഇനി മുതൽ ഞാൻ അങ്ങേക്ക് സന്തോഷം മാത്രമേ തരികയുള്ളൂ. ഇനി ഞാൻ അങ്ങയോട് വഴക്കിടില്ല. നീ എന്തൊക്കെയാ പറയുന്നത് ഹുറം? നിനക്ക് അത്രയും വിഷമമായി പോയോ? സുലൈൻമാൻ, നിങ്ങളാണ് എൻ്റെ കുടുംബം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറാണ്. അവർ ഹഗ് ചെയ്യുന്നു. ഇബ്രാഹിം മാഹിദേവരാനോട് പറയുന്നു. സുൽത്താന, നിങ്ങൾക്ക് പാടില്ലെങ്കിൽ പോയി റെസ്റ്റ് എടുക്കൂ. മാഹിദേവരാൻ കടിച്ചു പിടിച്ച് നിന്നു. എന്നിട്ട് ചോദിക്കുന്നു. ഹുറം എങ്ങനെ ഇവിടെ തിരിച്ചെത്തി ഇബ്രാഹിം? അവൾ നിരപരാധിയാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നത്.
അതോർത്ത് വിഷമിക്കേണ്ട സുൽത്താന. അവൾ ഇനി നിങ്ങളെ ഉപദ്രവിക്കില്ല. ആ കാര്യത്തിൽ എനിക്ക് വിശ്വാസമില്ല ഇബ്രാഹിം. അവൾ ഇവിടുന്ന് പോയി കിട്ടിയെന്ന് ആശ്വസിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഇപ്പോൾ നോക്ക്, അവൾ ഇൻക്യാരത്തോടൊപ്പമാണ്. ഇന്ന് വ്യാഴാഴ്ചയാണ്. സുൽത്താന, പ്ലീസ്, നിങ്ങളുടെ സ്വകാര്യ ജീവിതം എന്നോട് പറയരുത്. മാഹിദേവരൻ തലയാട്ടി. അതെൻ്റെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. നിങ്ങളുടെ ജീവൻ അപകടമൊന്നും വരാതെ ഞാൻ നോക്കിക്കോളാം. പിന്നെ ഷെഹസാദ് മുസ്തഫയുടെ ഭാവി സുരക്ഷിതമാക്കാം. ഇപ്പോൾ ഹുറം ഹാത്തൂന് മനസ്സിലായി കാണും, അവൾ ഇവിടെ ഇല്ലെങ്കിൽ ഒരു കുറവും സംഭവിക്കില്ലെന്ന്. മാഹിദേവരൻ അങ്ങനെയല്ല എന്ന ഭാവത്തിൽ നോക്കുന്നു. വാലിദ സുൽത്താന ദായ ഹാത്തൂനോട് പറയുന്നു, ഹുറം ഹാത്തൂൻ എൻ്റെ മോനെ മയക്കിയെടുത്തു. അവളിവിടെ തിരിച്ചെത്തി. അവളെ ശ്രദ്ധിക്കണം ദായെ. അവൾക്ക് മനസ്സിലാക്കി കൊടുക്കണം, അവളും ഇവിടുത്തെ മറ്റു പെണ്ണുങ്ങളെ പോലെ മാത്രമാണെന്ന്. അതിനെന്തെങ്കിലും പ്ലാൻ വിചാരിക്കുന്നുണ്ടോ സുൽത്താന? തീർച്ചയായും. അതിനാദ്യം പറ്റിയൊരു അടിമപ്പെണ്ണിനെ കണ്ടെത്തണം. സാദിക സുംബുലാഗയുടെ അടുത്തേക്ക് വരുന്നു. സുംബുലാഗ, എന്താ, എന്തു വേണം? സുംബുലാഗ, എനിക്കും ഇൻക്യാരത്തിൻ്റെ പ്രിയപ്പെട്ടവളാകണം. നിഗാർ കാഫ പറഞ്ഞു, അത് സുംബുലാഗയോട് പറഞ്ഞാൽ മതിയെന്ന്. ഞാനല്ല അതൊന്നും തീരുമാനിക്കുന്നത്. ഞാനിപ്പോൾ ഒരു മുസ്ലിം അല്ലേ? പിന്നെ എന്താ പ്രശ്നം? ഞാൻ നിങ്ങൾക്ക് ഗോൾഡ് കോയിൻസ് തരാം. അവൾ കുറച്ച് കോയിൻസ് എടുത്ത് നീട്ടുന്നു. ഇതൊരു വലിയ കാര്യമാണ്. ഇത്രയും കുറച്ച് ഗോൾഡ് കോയിൻസിന് അത് നടക്കില്ല. എനിക്ക് കിട്ടുമ്പോൾ ഞാനത് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാൻ സുംബുലാഗ. നീ എനിക്ക് കൈക്കൂലി തന്നെ വശത്താക്കാൻ ശ്രമിക്കുകയാണോ? പൊക്ക എൻ്റെ മുമ്പിൽ നിന്ന്, സുംബുൽ പറഞ്ഞിട്ട് പോകുന്നു. പിറ്റേ ദിവസം രാവിലെ സാദിക വാലിദ സുൽത്താനയുടെ ചേംബറിലേക്ക് വരുന്നു. അവളെ കണ്ട വാലിദ സുൽത്താൻ അവളെ ആകെ ഒന്ന് നോക്കി. വരൂ സാദിക, ഈ മാല എനിക്ക് ഇട്ടുതാ. സാദിക അത് ചെന്ന് ഇട്ടു കൊടുക്കുന്നു. ഈ പുതിയ ഡ്രസ്സ് നിനക്ക് നന്നായി ചേരുന്നുണ്ട്. ഇത് മാഹിദേവരൻ സുൽത്താൻ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. സുൽത്താൻ സുലൈമാൻ അങ്ങോട്ട് കയറി വരുന്നു. സാദിക മാറി നിന്നു. വരൂ മോനെ. സുലൈമാൻ അവരുടെ കയ്യിൽ മുത്തി. ഞാൻ ഇബ്രാഹിമിനും ഹദീജയ്ക്കും മെയ്താനിയിലുള്ള പാലസ് കൊടുത്തു. അത് നല്ല പാലസാണ്. ഹദീജയ്ക്ക് സന്തോഷമാകും. അടുത്തായതുകൊണ്ട് ഇടയ്ക്ക് അവളെ പോയി കാണുകയും ചെയ്യാം. സാദിക അവരെ ശ്രദ്ധിക്കുന്നു. വേണ്ടതൊക്കെ ഇബ്രാഹിം ചെയ്തോളൂ. എന്നാൽ വാലിദ ഇടയ്ക്ക് പോയെന്ന് നോക്കണം. കുറേ നാളായി പൂട്ടിക്കിടക്കുകയല്ലേ. എന്തായാലും കുറച്ച് റിനോവേഷൻസ് വേണ്ടി വരും, വാലിദ സുൽത്താന പറഞ്ഞു. സാദിക അടുത്തുണ്ടായിരുന്ന ഒരു ടേബിൾ തള്ളിയിടുന്നു. സുലൈമാൻ ശ്രദ്ധിച്ചു. ക്ഷമിക്കണം ഇൻക്യാരം, അറിയാതെ കാല് തട്ടി വീണതാണ്. ശരി വാലിദ, ഞാൻ പിന്നെ വരാം. സുലൈമാൻ പോകുമ്പോൾ സാദികയെ ശ്രദ്ധിക്കുന്നു. വാലിദ സുൽത്താന രണ്ടുപേരെയും ശ്രദ്ധിച്ചു. ഓൾഡ് പാലസിൽ നിന്നും കൊണ്ടുവന്ന സാധനങ്ങൾ ഹുറത്തിൻ്റെ റൂമിലേക്ക് കൊണ്ടുവരുന്നു. എല്ലാം നന്നായി ചെക്ക് ചെയ്തോ ഹുറം ഹാത്തൂൻ? എന്തെങ്കിലും മിസ്സായാലോ? നിഗാർ കാഫ പറഞ്ഞു. അതൊക്കെ ഗുൽനിഹാൽ ചെക്ക് ചെയ്തോളൂ. നീ ഇങ്ങോട്ട് വന്നേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ആയിഷയെ കൊന്നത് ഞാനല്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയുമോ? അതെ, ഇൻക്യാരം തന്നെയാണ് അത് പറഞ്ഞത്. നിനക്ക് ഭാഗ്യമുണ്ട്. റുഖ്സാർ ഹാത്തൂൻ ആയിഷയെ കൊല്ലുന്നത് കണ്ടായിരുന്നു. ആരാ റുഖ്സാർ ഹാത്തൂൻ? ഹരത്തിലുള്ള ഒരു അടിമ പെണ്ണാണ്. അവൾ പറഞ്ഞു ഹുറം ഹാത്തൂൻ അല്ല കൊന്നതെന്ന്. ഹുറം ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നു. ഇബ്രാഹിം എന്നെ കുടുക്കി കളഞ്ഞു. എന്നെ വിഡ്ഢിയാക്കുകയായിരുന്നു. ഗുൽനിഹാൽ ശ്രദ്ധിക്കുന്നു. നിനക്കിതറിയില്ലായിരുന്നോ ഹുറം ഹാത്തൂൻ? ആരാ ഇത് ചെയ്തത്? ആരാണെന്നറിയില്ല. നമ്മൾ അറിയാത്തൊരു കൊലപാതകി ഇവിടെ നമ്മളോടൊപ്പം താമസിക്കുന്നുണ്ടല്ലേ? അത് അപകടമാണ്. നിഗാർ തലയാട്ടി. വാലിദ സുൽത്താന ദായ ഹാത്തൂനോട് പറയുന്നു. വിവാഹ ചിലവുകൾക്ക് 200 ഗോൾഡ് കോയിൻസ് ഡൊമസ്റ്റിക് ട്രഷറിയിൽ നിന്ന് അനുവദിക്കണം. ട്രഷറി ഡോക്യുമെൻറ്റ്സ് ഒക്കെ എൻ്റെ അടുത്ത് കൊണ്ടുവരണം. പിന്നെ ഗാർഡനിലെ പാർട്ടി നീ നന്നായി ഓർഗനൈസ് ചെയ്തു ദായെ. ദായ ഹാത്തൂൻ ഒന്നും മിണ്ടിയില്ല. സാദിക, എന്താ സുൽത്താന? ഓർഡർ ചെയ്ത് സ്വീറ്റ്സ് എല്ലാം വന്നോ? വന്നു. അവൾ അത് അവർക്ക് കൊടുക്കുന്നു. നോക്ക് ദായെ, ഇതിൻ്റെ നിറം നല്ല ഭംഗിയില്ലേ? ഇത് ലെമണും റോസാപ്പൂക്കളും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഒരെണ്ണം കഴിച്ചു നോക്ക്. ദായ ഹാത്തൂൻ ഒരെണ്ണം എടുത്തു. സാദിക, നീ കിച്ചണിൽ ചെന്ന് കുറച്ച് ആൽമണ്ട് സർബത്ത് ഉണ്ടാക്കാൻ പറ. സാദിക കുമ്പിട്ടിട്ട് പോകുന്നു. ദായേ, നീ സുംബുലാഗയോട് പറയണം സുൽത്താൻ സുലൈമാന് വേണ്ടി ഒരു പെണ്ണിനെ ഒരുക്കാൻ. വാലിദ സുൽത്താന സാദികയെ നോക്കിയിട്ട് പറഞ്ഞു. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സാദികയാണോ സുൽത്താന? വാലിദ സുൽത്താന ചിരിച്ചു. സുലൈമാൻ കൗൺസിൽ മീറ്റിംഗിലേക്ക് വരുന്നു. ഇൻക്യാരം, റോഡസിൽ അങ്ങ് നേടിയ വിജയത്തിന് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് സഫാവിദ് എംബറർ ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട്. അയാൾക്ക് ബോധം വെച്ചെന്ന് തോന്നുന്നു, സുലൈമാൻ പറഞ്ഞു. ഇബ്രാഹിം ആ ലെറ്റർ വായിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെയും ഐശ്വര്യത്തോടെയും പരമാധികാരത്തിലും ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ ഭരിക്കുന്ന സുൽത്താൻ സുലൈമാൻ ഖാന് ദീർഘായുസ്സുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഭരണത്തിന് കീഴിൽ ഇനിയും വിജയങ്ങൾ കൈവരിച്ച ഓട്ടോമൻ സാമ്രാജ്യം അതിൻ്റെ പ്രതാപവും അതിർത്തികളും വിപുലീകരിക്കട്ടെ. മുസ്ലിം വിശ്വാസികളുടെ ശത്രുക്കളെ തുടച്ചു നീക്കാൻ അള്ളാഹു അങ്ങയെ പ്രാപ്തനാകട്ടെ. അള്ളാഹുവിനെയും പ്രവാചകനെയും നിന്ദിക്കുന്നവരെയും അവിശ്വാസികളെയും വകവരുത്താൻ അങ്ങേക്ക് ഇനിയും കഴിയട്ടെ. സർവശക്തനായ അള്ളാഹു അതിമനോഹരമായ സ്വർഗം സുൽത്താൻ സുലൈമാന് പ്രദാനം ചെയ്യട്ടെ. സുൽത്താൻമാരുടെ സുൽത്താനായ അങ്ങേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹം എങ്ങനെയാണ് സുൽത്താൻ സുലൈമാൻ ആശംസകൾ അറിയിച്ചിരിക്കുന്നതെന്ന് നോക്ക്, കൊബാൻ മുസ്തഫ പാഷ ഇബ്രാഹിമിനോട് പറഞ്ഞു. ലോകത്തിൻ്റെ ചക്രവർത്തിയെ ഇതിൽ കുറച്ച് എങ്ങനെ ആശംസിക്കാനാവും പാഷ? അദ്ദേഹത്തിനുള്ള മറുപടി എഴുതാൻ വൈകണ്ട, ഇപ്പോൾ തന്നെ എഴുതാം, സുലൈമാൻ ക്ലർക്കിനോട് പറയുന്നു.
ഷാ ഇസ്മയിലിന് എന്നാണ് തുടങ്ങേണ്ടത് ഇൻകാരം. ഏത് ഷാ? അയാളെപ്പോഴാണ് ഷാ ആയത്? അയാളൊന്നും മിണ്ടിയില്ല. എഴുതിക്കോ. എമിറേറ്റ്സ് ഭരിക്കുന്ന ഷെയ്ഖ് ഹൈദറിൻ്റെ മകനായ ഇസ്മയിൽ സഫാവിദിന് അള്ളാഹു നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരട്ടെ. ഇസ്ലാമിൻ്റെ മഹത്തായ വിജയവും പ്രവാചകൻ്റെ ശരിയായ നിയമവും ഇപ്പോൾ താങ്കൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ആശംസാ കത്തിനുള്ള മറുപടിയാണ് ഞാൻ എഴുതുന്നത്. ഇബ്രാഹിം ചിരിക്കുന്നു. സുംബുലാഗയും ഷക്കീറാഗയും ഇരുന്ന് കളിക്കുകയായിരുന്നു. എന്താ താൻ ഈ കാണിക്കുന്നത്? സുംബുലാഗ ചോദിച്ചു. എന്ത്? താൻ ചീറ്റ് ചെയ്യുകയാണ്. ഞാൻ കളിക്കുന്നില്ല. ഞാൻ ചീറ്റ് ചെയ്യുന്നില്ല. ദായ ഹാത്തൂൻ അങ്ങോട്ട് കയറി വരുന്നു. സുംബുലാഗ ഇങ്ങോട്ട് വാ. സുംബുൽ എണീറ്റ് ചെല്ലുന്നു. എന്തു പറ്റി ദായ ഹാത്തൂൻ? എന്തോ അത്യാവശ്യമാണെന്ന് തോന്നുന്നു. സാദികയെ ഇന്ന് സുൽത്താൻ സുലൈമാൻ്റെ പ്രൈവറ്റ് ചേംബറിലേക്ക് വിടാൻ ഒരുക്കി നിർത്തണം. സുൽത്താൻ സുലൈമാൻ അത് ഇഷ്ടമാവുമോ എന്ന് സംശയമുണ്ട്. സുംബുൽ, നിന്റെ ഈ സംശയം നേരെ വാലിദ സുൽത്താനോട് ചെന്ന് പറഞ്ഞാൽ മതി. വാലിദ സുൽത്താന പറഞ്ഞിട്ടാണോ? പിന്നെ എനിക്കൊന്നും പറയാനില്ല. ശ്രദ്ധിച്ചു വേണം. മറ്റാരും ഇതറിയണ്ട. നിഗാർ പോലും അറിയണ്ട, ദായ ഹാത്തൂൻ പറഞ്ഞു. സുംബുൽ തലയാട്ടി. ഇബ്രാഹിം സുലൈമാനോട് പറയുന്നു. റുമേലിയയിൽ നിന്നും അയാസ് ഭാഷ മാറിയതുകൊണ്ട് അവിടെ അർജൻറ്റായ അപ്പോയിൻമെൻറ്റ് നടത്തണം ഇൻകാരം. അങ്ങേക്ക് ആരെങ്കിലും നിർദ്ദേശിക്കാനുണ്ടോ? റുമേലിയ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. വളരെ വിശ്വസ്തനായ ഒരാളെ വേണം അവിടെ അപ്പോയിൻ്റ് ചെയ്യാൻ. എല്ലാം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് ഇബ്രാഹിം. ഈ ഓഫീസ് നിന്റെ സ്വന്തം പോലെ കരുതിക്കോ. അങ്ങ് എന്നെ ഓരോ ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോഴും ഞാൻ എൻ്റെ മരണത്തിലേക്ക് അടുക്കുകയാണ് ഇൻകാരം. മരണഭയം ഒരു നല്ല കാര്യമാണ് ഇബ്രാഹിം. അത് അയാളെ കൂടുതൽ ശ്രദ്ധാലുവാക്കും. സുലൈമാൻ പറഞ്ഞിട്ട് പോകുന്നു. ഇബ്രാഹിം നോക്കി നിന്നു. സുംബുൽ ഹരത്തിലേക്ക് വന്ന് സാദികയെ വിളിക്കുന്നു. അവൾ അടുത്തേക്ക് ചെന്നു. നീ ഒരു ഭാഗ്യവതിയാണ് സാദിക. ഞാൻ നിന്നെ സഹായിക്കാൻ തീരുമാനിച്ചു. സാദികയ്ക്ക് സന്തോഷമായി. അവൾ അവളുടെ കയ്യിലിരുന്ന ഗോൾഡ് കോയിൻസ് എടുത്ത് കൊടുക്കുന്നു. നിനക്ക് വട്ടാണോ? അത് നീ തന്നെ വെച്ചോ. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തരാം. മറ്റുള്ള പെണ്ണുങ്ങൾ ശ്രദ്ധിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് എൻ്റെ ചേംബറിലേക്ക് വരണം. അവൾ തലയാട്ടി. സുംബുൽ പോയി. സാദിക തിരിച്ചു വന്നപ്പോൾ പെണ്ണുങ്ങൾ ചോദിക്കുന്നു. സുംബുലാഗ എന്താ പറഞ്ഞേ? അവൾ ഒന്നും മിണ്ടിയില്ല. എല്ലാവരും അവളെ തന്നെ നോക്കി. ഇബ്രാഹിം മെയ്താൻ പാലസ് കാണാൻ എത്തുന്നു. മനോലിസ് എന്നൊരു പാർഗേറിയൻ ഫിഷർമാൻ്റെ മകന് ഇപ്പോൾ സ്വന്തമായൊരു പാലസ് ഉണ്ടായിരിക്കുന്നു. ഇബ്രാഹിം സ്വയം ഓർത്തു. പാഷാ, മാത്രാച്ചി വിളിച്ചു. വരൂ മാത്രാച്ചി, ഈ കൊട്ടാരം നല്ല രസമുണ്ട്. താൻ എപ്പോഴാണ് താമസം തുടങ്ങാൻ പോകുന്നത് പാഷ? കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഖദീജ സുൽത്താനയ്ക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ കാത്തിരിപ്പ് അവസാനിക്കാൻ പോവുകയാണല്ലേ പാഷ? ഇബ്രാഹിം ചിരിച്ചു. അന്ന് വിക്ടോറിയ വന്നില്ലായിരുന്നെങ്കിൽ തനിക്ക് എന്നെ ഒരിക്കലും തോൽപ്പിക്കാനാവില്ലായിരുന്നു ഇബ്രാഹിം പാഷ. അവളുടെ പേരിപ്പോൾ സാദിക എന്നാണ് മാത്രാച്ചി. അടുത്ത തവണ തൻ്റെ ഈ കൊട്ടാരത്തിൽ വെച്ച് തന്നെ ഞാൻ തോൽപ്പിക്കും പാഷ. നമുക്ക് നോക്കാം. മാത്രാച്ചി, എനിക്കിവിടെ കുറച്ച് വലിയ പെയിൻറ്റിങ്സ് വയ്ക്കണം. തന്നെക്കൊണ്ട് ചെയ്യാനാവുമോ? ഞാൻ ഇതുവരെ പെയിൻറ്റിങ് ചെയ്തിട്ടില്ല. നമ്മുടെ മ്യൂറലിസ്റ്റുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചവരാണ്. താൻ അവരോട് പറഞ്ഞു നോക്ക്. എനിക്ക് അതുപോലുള്ള വർക്കല്ല വേണ്ടത്. നമ്മൾ റോഡസിൽ പോയപ്പോൾ അവിടെ കണ്ടതുപോലുള്ള പെയിൻറ്റിങ്സ് ആണ് വേണ്ടത്. അത് ചെയ്യുന്ന ആരെങ്കിലും തനിക്കറിയുമോ? എനിക്ക് കാര്യം മനസ്സിലായി. അത് ചെയ്യാൻ അറിയാവുന്ന ഒരാളെ എനിക്കറിയാം. പക്ഷെ അയാൾ ഇവിടെ വന്നത് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. അതാരാ? അയാളുടെ പേര് ലിയോ എന്നാണ്. ക്രിമിയയിൽ നിന്ന് വന്നതാണ്. ഞാൻ ഈ അടുത്താണ് പരിചയപ്പെട്ടത്. ക്രിമിയയിൽ നിന്നോ? താൻ അയാളുടെ വർക്ക് ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? 1-2 എണ്ണം കണ്ടു. താൻ നാളെ മാർക്കറ്റിൽ വരികയാണെങ്കിൽ ഞാൻ അയാളെ പരിചയപ്പെടുത്തി തരാം. ഇബ്രാഹിം തലയാട്ടി. വാലിദ സുൽത്താന ഖദീജ സുൽത്താനയോട് പറയുന്നു. നാളെ നമുക്ക് മെയ്താൻ പാലസ് കാണാൻ പോകാം. എൻ്റെ മോൻ നിങ്ങൾക്ക് തരുന്ന സമ്മാനമാണ്. അവിടെ എന്തെങ്കിലും റിനോവേഷൻസൊക്കെ ആവശ്യമുണ്ടാവും. ഖദീജയ്ക്ക് സന്തോഷമായി. വാലിദ, നമുക്ക് മാഹി ദേവരാനെയും വിളിക്കാം. മാഹി ദേവരാനെ നീ അടുത്ത തവണ കൊണ്ടുപോക്കോ. നാളെ നമുക്ക് ഹുറത്തെ വിളിക്കാം, വാലിദ സുൽത്താന പറഞ്ഞു. രാത്രി ഹുറം സുലൈമാൻ്റെ ചേംബറിലേക്ക് ചെല്ലുന്നു. വരൂ ഹുറം, നോക്ക് ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്ന്. അവൾ അടുത്ത് പോയിരുന്നു നോക്കുന്നു. ഇതെന്താണ്? ഇതൊരു ടുലിപ്പ് നെക്ലേസ് ആണ്. ഇതിന് ചേരുന്ന കമ്മലും ഉണ്ടാക്കും. ഇത് ഖദീജയ്ക്കുള്ള എൻ്റെ വെഡ്ഡിങ് ഗിഫ്റ്റാണ്. ഇതുപോലെ ഒരെണ്ണം നിനക്കും ഞാൻ ഉണ്ടാക്കി തരാം. ഇതിട്ടാൽ ഖദീജ സുൽത്താനയെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, ഹുറം പറഞ്ഞു. സുംബുൽ സാദികയെ എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നു. ഞാൻ കാണിച്ചു തന്നതൊക്കെ മനസ്സിലായോ? മനസ്സിലായി. എപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവളാകാനാവും? മുകളിലത്തെ ചേംബർ എനിക്ക് എപ്പോൾ കിട്ടും? അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട. അതൊക്കെ ഞാൻ റെഡിയാക്കി തരാം. ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നതൊക്കെ എനിക്കൊന്ന് കാണിച്ചു തന്നെ നോക്കട്ടെ. സാദിക അത് ചെയ്ത് കാണിക്കുന്നു. അടുത്ത ദിവസം മാത്രാച്ചി ലിയോയെ ഇബ്രാഹിമിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. മാത്രാച്ചി പറഞ്ഞു താൻ നന്നായി പെയിൻറ് ചെയ്യുമെന്ന്. നന്ദി മാത്രാച്ചി, ലിയോ മാത്രാച്ചിയെ നോക്കി പറഞ്ഞു. തൻ്റെ പെയിൻറ്റിങ്സൊക്കെ പാഷയ്ക്ക് കാണിച്ചു കൊടുക്കില്ലയോ? മാത്രാച്ചി പറഞ്ഞു. ലിയോ അത് ഇബ്രാഹിമിന് കാണിച്ചു കൊടുക്കുന്നു. താൻ ക്രിമിയയിൽ നിന്നാണോ? അതെ. എങ്ങനെ ഇവിടെ എത്തി? എല്ലാം വിറ്റുപെറുക്കിയാണ് വന്നത്. ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാമെന്ന് വെച്ചു. അത് ശരി. ഇബ്രാഹിം ഹുറത്തിൻ്റെ ഡ്രോയിങ് കയ്യിലെടുത്തു. പക്ഷെ അയാൾ അത് കണ്ടില്ല. എനിക്ക് എൻ്റെ കൊട്ടാരത്തിൻ്റെ മതിലുകളിൽ പെയിൻറ്റിങ് ചെയ്യണം. അത് ചെയ്യാൻ തനിക്കറിയുമോ?
ഞാൻ ചർച്ചിൻ്റെ മതിലുകളിൽ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. അതുപോലുള്ള പെയിൻറ്റിംഗ് ആണ് എനിക്ക് വേണ്ടത്. ഇബ്രാഹിം ആ ഡ്രോയിങ് കൊടുത്തുകൊണ്ട് പറഞ്ഞു. പക്ഷേ അത് താഴെ വീണു. ലിയോ അത് പെറുക്കിയെടുത്തു. അപ്പോഴും ഇബ്രാഹിം ഹുറത്തിൻ്റെ ഡ്രോയിങ് കണ്ടില്ല. ഹുറം വാലിദ സുൽത്താനയുടെ റൂമിലേക്ക് വരുന്നു. വാലിദ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു. റെഡി ആയിക്കോ ഹുറം, നമ്മൾ ഒരിടം വരെ പോവുകയാണ്. എങ്ങോട്ട്? ഹുറം പേടിച്ചു ചോദിച്ചു. പേടിക്കണ്ട, നമ്മൾ ഹദീജയുടെ പാലസ് കാണാൻ പോവുകയാണ്. ഞാനോ? എന്താ, നിനക്ക് വരണമെന്നില്ലേ? തീർച്ചയായും വാലിദ, എനിക്ക് സന്തോഷമായി. താങ്ക് യു. റെഡി ആയിക്കോ, നമ്മളിപ്പോൾ പോവുകയാണ്. ഹുറം സന്തോഷത്തോടെ പോകുന്നു. ദായ ഹാത്തൂൻ അങ്ങോട്ട് കയറി വരുന്നു. കുമ്പിട്ടിട്ട് പറഞ്ഞു, സുൽത്താന, സുംബുലാഗ സാദിക ഹാത്തൂനെ റെഡിയാക്കുന്നുണ്ട്. എപ്പോഴാണ് അവളെ സുൽത്താൻ സുലൈമാൻ്റെ ചേംബറിലേക്ക് വിടേണ്ടത്? ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വിട്ടേക്ക്. സുൽത്താൻ സുലൈമാൻ ഇപ്പോൾ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? ഞാനാണ് അവളെ അയക്കുന്നതെന്ന് പറഞ്ഞേക്ക്. ദായ ഹാത്തൂൻ തലയാട്ടി. ഹുറം ഗുൽനിഹാലിനോട് പറയുന്നു, പിള്ളേരെ നന്നായി നോക്കണേ ഗുൽനിഹാൽ, ഞാൻ പോയി വരാം. പേടിക്കണ്ട, ഞാൻ ഇവിടെ ഉണ്ട് ഹുറം. നിഗാർ കാഫ് അങ്ങോട്ട് വരുന്നു. ഹുറം സുൽത്താനാ, എവിടെ പോണു? ഹദീജ സുൽത്താനയുടെ പാലസ് കാണാൻ പോന്നു. വാലിദ സുൽത്താന എന്നെയും വിളിച്ചു. വാലിദ സുൽത്താന നിന്നോട് ക്ഷമിച്ചു എന്ന് തോന്നുന്നു. വാലിദ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഞാൻ പോട്ടെ, ഹുറം പറഞ്ഞു. സുംബുലാകെ സാദികയെ കുളിക്കാൻ കൊണ്ടുപോകുന്നു. എന്തിനാ എന്നെ ഇപ്പോൾ കുളിക്കാൻ കൊണ്ടുപോകുന്നത്? നല്ല വൃത്തി വേണം. ഇവർ നിന്നെ വൃത്തിയാക്കിക്കൊള്ളും. അതെന്തിനാ? ഇന്ന് നിന്റെ പ്രധാനപ്പെട്ട ദിവസമാണ് സാദിക. ഇൻകാരൻ നിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ കിടത്തും. ഇത്ര പെട്ടെന്നോ? ഞാൻ ഒട്ടും തയ്യാറല്ല. എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് തിരിച്ചു പോകാം. അത് വേണ്ട. നിഗാർ അങ്ങോട്ട് വരുന്നു. എന്തു പറ്റി സുംബുലാഗ? സുംബുലാഗ സാദികയെ നോക്കി. ഈ പാവം പെണ്ണിനൊന്ന് കുളിക്കണം. ഞാനൊന്ന് കാണിച്ചു കൊടുത്തതാ. എന്തിനാ? ചെല്ല്, നിങ്ങൾ ചെന്ന് കുളിക്ക്. അവളെ നന്നായി തേച്ചുരച്ച് കഴുകണം, സുംബുൽ പറഞ്ഞു. അവർ പോകുന്നു. നിഗാർ സംശയത്തോടെ സുംബുലിനെ നോക്കി. എന്നിട്ട് പോയി. മാഹി ദേവരാൻ വാലിദ സുൽത്താനയുടെ ചേംബറിലേക്ക് വരുന്നു. ഗുൽഫാം അവിടെ ഉണ്ടായിരുന്നു. വാലിദ സുൽത്താന എവിടെ പോയി ഗുൽഫാം? വാലിദ സുൽത്താനയെ ഹദീജ സുൽത്താനയെ മെയ്താനിയിലെ പാലസ് കാണാൻ പോയി. ഹുറം ഹാത്തൂനെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. എന്നോടാരും ഒന്നും പറഞ്ഞില്ലല്ലോ. വാലിദ സുൽത്താനയാണ് തീരുമാനിച്ചത്. മാഹി ദേവരാൻ ആലോചിച്ച് നിൽക്കുന്നു. മാത്രാച്ചി ലിയോയെയും കൊണ്ട് മെയ്താൻ പാലസിലെത്തി. ലിയോയ്ക്ക് ആ പാലസ് വളരെ ഇഷ്ടമായി. ഞാനിവിടെ വർക്ക് ചെയ്തോളാം, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. സുംബുൽ സുൽത്താൻ സുലൈമാൻ്റെ ചേംബറിലേക്ക് ചെല്ലുന്നു. സുലൈമാൻ ആഭരണ നിർമ്മാണത്തിലായിരുന്നു. ഇൻകാരം, എന്താ സുംബുലാഗ? സുലൈമാൻ നോക്കാതെ ചോദിച്ചു. വാലിദ സുൽത്താന ഹദീജ സുൽത്താനയും ഹുറം സുൽത്താനയും കൂട്ടി മെയ്താനിലെ പാലസ് കാണാൻ പോയി. സുലൈമാൻ തലയാട്ടി. ഇൻകാരം, വാലിദ സുൽത്താന പറഞ്ഞു അങ്ങേക്ക് വേണ്ടിയൊരു പെണ്ണിനെ ഒരുക്കാൻ. വാലിദ പറഞ്ഞോ എനിക്ക് വേണ്ടിയൊരു പെണ്ണിനെ ഒരുക്കി നിർത്താൻ? സുലൈമാൻ സുംബുലിനെ നോക്കി ചോദിച്ചു. അതെ, വാലിദ സുൽത്താന തന്നെ അങ്ങേക്ക് വേണ്ടി ഒരു പെണ്ണിനെ സെലക്ട് ചെയ്തു. അങ്ങ് അനുവദിക്കുമെങ്കിൽ ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാം. സുലൈമാൻ ആലോചിക്കുന്നു. സാദിക അവളുടെ ഡ്രസ്സിനുള്ളിൽ കത്തി ഒളിപ്പിച്ചു വെച്ചു. സുംബുൽ അങ്ങോട്ട് വരുന്നു. അള്ളാ, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് സാദിക. ഇൻകാരത്തിന് നിന്നെ നല്ല ഇഷ്ടപ്പെടും. സാദിക ചിരിച്ചു. വാ, നമുക്ക് പോകാം. അവർ പോകുന്നു. വാലിദ സുൽത്താനയെ ഹദീജ സുൽത്താനയെ ഹുറവും മെയ്താൻ പാലസിൽ വന്നിറങ്ങി. കൊട്ടാരം കണ്ട് അവർക്ക് സന്തോഷമായി. അവർ അകത്തേക്ക് വരുന്നു എന്ന് വിളിച്ചു പറയുമ്പോൾ മാത്രാച്ചി ലിയോയെ തിരിച്ചു നിർത്തി. അവർ സുൽത്താനമാരാണ്, അവരെ നോക്കാൻ പാടില്ല. അവർ അകത്തേക്ക് വന്ന് കൊട്ടാരമെല്ലാം കാണുന്നു. ലിയോയും ഹുറവും പരസ്പരം കാണുന്നില്ല. സുലൈമാൻ ബാൽക്കണിയിൽ വന്ന് നോക്കുമ്പോൾ മാഹി ദേവരാൻ ഷെഹസാദ് മുസ്തഫയും ഷെഹസാദ് മുഹമ്മദിനെയും കൊണ്ട് ഗാർഡനിൽ വന്നിരുന്നു. മാഹി ദേവരാനും സുലൈമാനെ കണ്ടു. സുലൈമാൻ അവിടുന്ന് മാറി. ഗുൽനിഹാൽ ഗുൽഷയോട് വന്ന് ചോദിക്കുന്നു. ഞാൻ മെഹ്റുമ സുൽത്താനയ്ക്ക് ഫുഡ് കൊടുക്കാൻ പോവുകയാണ്. കുറച്ചു നേരം മുഹമ്മദിനെ ഒന്ന് നോക്കാമോ? പേടിക്കണ്ട, പൊക്കോ. ഷെഹസാദ് മുഹമ്മദും ഷെഹസാദ് മുസ്തഫയും അവിടെ നിന്ന് കളിക്കുന്നു. എന്നാലും വാലിദ സുൽത്താന എന്താണ് സുൽത്താനയെ വിളിക്കാതിരുന്നത്? ഹുറം ഹാത്തൂന് പകരം സുൽത്താനയായിരുന്നു അവരോടൊപ്പം വേണ്ടത്. ഗുൽഷ പറഞ്ഞു. അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കല്ലേ ഗുൽഷ. ഇപ്പോൾ വാലിദ സുൽത്താനെ അവളുടെ ഭാഗത്തായി. ഷെഹസാദ് മുസ്തഫയും ഷെഹസാദ് മുഹമ്മദും ചെറിയൊരു കുളത്തിനടുത്ത് നിന്ന് കളിക്കുന്നു. സുംബുൽ സാദികയെയും കൊണ്ടുവരുന്നത് ഇബ്രാഹിം കാണുന്നു. അവരെ കണ്ട് ഇബ്രാഹിം അതിശയിച്ചു നോക്കുന്നു. സുംബുൽ ഒന്നും മിണ്ടിയില്ല. സാദികയെ സുലൈമാൻ്റെ റൂമിലേക്ക് കയറ്റി വിട്ടിട്ട് ഒന്നും മിണ്ടാതെ നിന്നു. സുലൈമാൻ വരുമ്പോൾ സാദികയെ കണ്ടു. അവൾ അടുത്തേക്ക് ചെന്ന് അയാളുടെ വസ്ത്രത്തിൽ മുത്തി. ബെൽഗ്രേഡിൽ വെച്ച് സുലൈമാൻ അവളുടെ ഭർത്താവ് ഏരിയലിനെ കൊന്നത് അവൾക്ക് ഓർമ്മ വരുന്നു.